ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പൊട്ടറ്റോ ചിപ്സാണ് ഇന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഇത് വെള്ളത്തിലിട്ട് വയ്ക്കേണ്ട, വെയിലിൽ ഉണക്കണ്ട, വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഏത് നേരം വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. പൊട്ടറ്റോ ചിപ്സ് തയ്യാറാക്കാൻ വേണ്ടി 4 പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പൊട്ടറ്റോ തന്നെയാണ്. അത് കുറച്ച് വലിപ്പമുള്ളതാണ് എടുത്തിരിക്കുന്നത്. പൊട്ടറ്റോ ചിപ്സ് കുറച്ച് വലിപ്പത്തിൽ കിട്ടാൻ വേണ്ടി. ഇനി ഇതൊന്ന് പീൽ ചെയ്തെടുക്കാം. ഇതിൻ്റെ തോലൊന്ന് കളഞ്ഞെടുക്കാം. പൊട്ടറ്റോ എല്ലാം കഴുകി റെഡിയാക്കി കൊണ്ടുവച്ചിരിക്കുക. ഇനി നമുക്കൊന്ന് തുടയ്ക്കാം. ഒരു കോട്ടൺ ഉപയോഗിച്ച് തുടച്ച് റെഡിയാക്കി എടുക്കണം. വെള്ളം നനവ് പാടില്ല. ഇനി ഓരോ പൊട്ടറ്റോയും എടുത്ത് നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. കൈ മുറിയാതെ ശ്രദ്ധിച്ച് വേണം നമ്മളിത് സ്ലൈസ് ചെയ്യാൻ. ലാസ്റ്റ് വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എല്ലാം നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. കനം കുറഞ്ഞ് വന്നേണ്ട. എല്ലാം ഇതുപോലെ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. എല്ലാം നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് 4 പൊട്ടറ്റോയും. ഇനി നമുക്കിതൊന്ന് തുടച്ചെടുക്കാം. ഇതിൻ്റെ സ്റ്റാർച്ച് എല്ലാം തുടച്ച് കളയണം നമ്മൾ. അതിന് ടിഷ്യൂ പേപ്പർ വെച്ചാണ് നമ്മൾ ഇത് തുടച്ചെടുക്കുന്നത്. കോട്ടൺ ഉണ്ടെങ്കിൽ കോട്ടൺ വെച്ച് തുടച്ചാലും മതി. ഏതെങ്കിലും ഒരു കോട്ടൺ തുണി എടുത്തിട്ട് തുടച്ചെടുത്താലും മതി. എല്ലാം നമ്മൾ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തുടച്ച് റെഡിയാക്കിയിട്ടുണ്ട്. സ്റ്റാർച്ചൊക്കെ പോയി, വെള്ളമയം എല്ലാം പോയി, ഒട്ടും വെള്ളം നനവില്ല, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ പൊരിച്ചെടുക്കണം. അതുകൊണ്ട് ഇത് ഒരെണ്ണം ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഒരെണ്ണം ഇടാം. പൊരിഞ്ഞ് നോക്കണ്ടേ? എണ്ണ ചൂടായി. ചൂടായി. എണ്ണ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിരിക്കുക ഞാൻ. വേണ്ട, ഇങ്ങനെ ഓരോ പിടി എടുത്തിട്ട് നമ്മളിങ്ങനെ അങ്ങ് ചേറിയങ്ങ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ അങ്ങ് പൊരിക്കണം. മീഡിയം ഹൈ ഫ്ലെയിമിൽ വേണം പൊരിച്ചെടുക്കാൻ. നല്ല ഹൈ ഫ്ലെയിമിൽ ആദ്യം ഇട്ട് ഒന്ന് പൊരിഞ്ഞ് വരുമ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ പെർഫെക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ലോ ഫ്ലെയിമിൽ ഒരിക്കലും പൊരിക്കരുത്. അന്നേരം പിന്നെ പഴം പോലെ ഇരിക്കും, ക്രിസ്പിയായിട്ട് കിട്ടത്തില്ല. എന്നിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇങ്ങനെ കോരി ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണമല്ല, ഇങ്ങനെ കോരി കോരി ഇളക്കണം. രണ്ട് വശവും നല്ലപോലെ പൊരിഞ്ഞ് വരണം. നമ്മുടെ പൊട്ടറ്റോ ചിപ്സ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല ക്രിസ്പിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു ലൈറ്റ് ബ്രൗൺ നിറം ആകുമ്പോഴേ കോരണം, കരിഞ്ഞു പോകരുത്. അതുപോലെ ടിഷ്യൂ പേപ്പറിൽ ഇടരുത്. ഇത് സ്റ്റീൽ പാത്രത്തിൽ തന്നെ ഇട്ട് വയ്ക്കണം. കുറച്ച് ചൂട് പോകുമ്പം ഇത് നല്ല ക്രിസ്പി ആവും. ഇങ്ങനെ തിരിച്ചിട്ട് നമ്മൾ കോരി കോരി ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ എന്നിട്ട് നല്ലപോലെ പൊരിഞ്ഞ് കിട്ടും. പൊട്ടറ്റോ ചിപ്സ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് പൊരിച്ച് പോരാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ചാട്ട് മസാല വേണമെങ്കിൽ അത് വാങ്ങിച്ച് കുറച്ചിട്ട് കൊടുക്കുക. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് അതും കുറച്ചിട്ട് കൊടുക്കുക.
പൊട്ടറ്റോ ചിപ്സ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ചിപ്സാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. വലിയ വിലയൊന്നും കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട. വീട്ടിൽ തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വീഡിയോ എൻ്റെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.